ഹായ്, ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്ക് അടുത്തുള്ള ഒരു വീടാണ്. ഒരു വില്ല പ്രൊജക്റ്റ് ആണ്. 15ഓളം വില്ലകളാണ് ഈ ഒരു വില്ല പ്രൊജക്ടിനകത്ത് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് പണി കഴിഞ്ഞ് തീർന്നു കിടക്കുന്ന 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ട് ഉള്ളത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത്, ഒന്നും കൂടെ പറയുകയാണ്, എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്ക് വളരെ അടുത്തായിട്ടാണ്. നല്ല കമ്മ്യൂണിറ്റിയാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, എല്ലാം ഭംഗിയുള്ള വില്ലകളാണ്. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ എലിവേഷൻ കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇതിന് മുന്നിലൂടെ പോകുന്ന റോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ റോഡ്, ടാർ റോഡ് കഴിഞ്ഞാൽ ഈ കാണുന്ന വില്ലകളുടെ ഫ്രണ്ടിലൂടെ എല്ലാം പോയിരിക്കുന്നത് ഇതുപോലെ ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴികളാണ്. ഇവിടെ പണിത് കൊടുത്തിരിക്കുന്ന ഏകദേശം 12-13 വീടുകളിൽ ആളുകൾ താമസമായതാണ്. ഈ 2 വീടുകൾ മാത്രമാണ് സെയിലിനായിട്ടുള്ളത്. ഒന്നൊരു 3 BHKയും ഒന്നൊരു 4 BHKയുമാണ് സെയിലിനായിട്ടുള്ളത്. നിങ്ങൾ വീടിന്റെ എലവേഷൻ ഒന്നുകൂടെ കാണുമ്പോഴേക്കും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം പറയാം. ഇവിടെ നിന്ന് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താം. വെറും 17 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇൻഫോ പാർക്ക്, ഇടപ്പള്ളി, കാക്കനാട് കളക്ടറേറ്റ് ഇവിടങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും 15 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലായിടത്തേക്കും വളരെ എളുപ്പത്തിൽ ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് എല്ലായിടത്തേക്കും അത്യാവശ്യം വേണ്ട എയർപോർട്ട്, കാക്കനാട്, ഇടപ്പള്ളി ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് എളുപ്പത്തിൽ സഞ്ചരിച്ചെത്താവുന്ന സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു, 4 ബെഡ്റൂമിന്റെയും 3 ബെഡ്റൂമിന്റെയും വീടാണ് ഇനി ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഇതേ പ്രൊജക്റ്റിൽ തന്നെ നമ്മൾ എടുത്ത വീടുകളുടെ എൻക്വയറി ഒരുപാട് തവണ നമുക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി വീട് നമ്മൾ ഈ മാർബിൾ ഹോംസിലൂടെ തന്നെ നമുക്ക് ഇതിനകത്തുള്ള മെജോറിറ്റി വില്ലകളും സെയിൽ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഞങ്ങൾ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. വീട് വിറ്റ് പോയതിനു ശേഷം നിങ്ങൾ ഒരുപാട് പേരെന്നെ വിളിച്ച് ആ വീടിന്റെ ഭംഗി കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പൊ നമുക്ക് അത് അപ്പോഴേക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വീഡിയോ കണ്ട ഉടനെ തന്നെ താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കേണ്ടതാണ്. റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇതിന് മുന്നിലൂടെ പോകുന്നത് ഇതുപോലെ ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈല് വിരിച്ച വഴിയാണ്. നമുക്ക് ഇന്ന് ഈ ഒരു 3 ബെഡ്റൂമിന്റെ വീട് പരിചയപ്പെടാം. ഇതിന് മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. മിഡിൽ പോർഷനിൽ വന്നിട്ട് കുറച്ച് ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കും സ്പോട്ട് ലൈറ്റും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് 2 ഭംഗിയുള്ള ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഈ കാണുന്ന ഈ ഒരു കാണുന്ന ഒരു സ്ട്രീറ്റിലേക്കുള്ള ലൈറ്റിന്റെ ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സോളാറിന്റെ ലൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നോക്കുവാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൂടാതെ ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല അട്രാക്റ്റീവ് ആയ രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വർക്കുകൾ കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് കൂടെ ആവാനുണ്ട്. നമുക്ക് ഗേറ്റ് പിടിപ്പിക്കുന്ന വർക്കുകൾ, അങ്ങനെ കുറച്ച് വർക്കുകളും കൂടെ കംപ്ലീറ്റ് ആവാനുള്ളത് കൊണ്ടാണ് ഗേറ്റ് സാധനങ്ങളൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യാനുള്ള ഈ ഒരു ഗേറ്റ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനെ കുറിച്ച് പെയിന്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗേറ്റ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഈ ഒരു സൈഡിലുള്ള ഗേറ്റ് വന്നിട്ട് ഡബിൾ ഫോൾഡിംഗ് മെത്തേഡിലുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നേരെ നമ്മൾ ഗേറ്റ് തുറന്ന് ഇവിടുത്തെ ഈ ഒരു കാർ പോർച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചാണ് ഇവിടെ കിട്ടുന്നത്. അതിനകത്ത് നമുക്ക് നമ്മളുടെ ഒന്നാമത്തെ ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് വെക്കാനായിട്ട് നമുക്ക് ധാരാളം സ്ഥലമാണ് ഇവിടെ കിട്ടുന്നത്. ഫ്ലോറിംഗ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. അതിനിടയിലുള്ള നമുക്ക് ഇനി ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്ക് കൂടെയാണ് പെയിന്റിംഗ് ആയിട്ട് ഉള്ളത്. വീടിന്റെ ഈ കാർ പോർച്ചിലേക്ക് നേരെ കയറി വരുന്ന സമയത്ത് നമ്മളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടുത്തെ കിണർ കാണാം. അപ്പോൾ ഇവിടുത്തെ ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് നോക്കുവാണെങ്കിൽ നമുക്ക് വെല്ലുണ്ട്, ഒരു കിണറുണ്ട്. അത് കൂടാതെ മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത് KWയുടെ വാട്ടർ കൂടിയാണ്. വീടിന്റെ സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ആ ഒരു വിഡ്ത് ഇട്ടിട്ടാണ് വീടിന്റെ 2 സൈഡും ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ബേബി മെറ്റലാണ് തിരിച്ചിരിക്കുന്നത്. വീടിന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കണ്ടു. റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിലും ഇതുപോലെ തന്നെയാണ്, നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ നല്ല സ്പേസ് ഉണ്ട്. അതുകൂടാതെ ചെടിച്ചട്ടികളൊക്കെ വെക്കണം എന്നുള്ളവർക്കും നല്ലൊരു ഏരിയ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്.
വീടിന്റെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും ബാക്ക് സൈഡിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ബേബി മെറ്റൽ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. വീടിന് ചുറ്റിനും കടന്നു പോകാവുന്ന സ്പേസ് ഇട്ടിട്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ സിറ്റ് ഔട്ടിലേക്ക് വരുന്ന സമയത്ത് സിറ്റ് ഔട്ടിന്റെ രണ്ട് പില്ലറുകൾ നോക്കിയാൽ കാണാം ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഭംഗിയായിട്ട് ടെക്സ്റ്റ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ കാണുന്ന ഏരിയകളിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിനകത്ത് വിരിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ വന്നിട്ട് ഈ ഒരു മോഡലിലാണ് ചെയ്തിരിക്കുന്നത്. വടക്കോട്ടാണ് മെയിൻ ഡോറിന്റെ ആ ഒരു ദർശനം വരുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് മരങ്ങൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടുത്തെ സ്വിച്ചസും കേബിൾസ് ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വി ഗാർഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തെടുത്തിരിക്കുന്നത്. നേരെ കടന്നു വരുന്നത് ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. ഇവിടുത്തെ ഫ്ലോർ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളറിലുള്ള ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ബ്ലാക്ക് ഡിസൈനും കൂടി അതിനകത്ത് വരുന്നുണ്ട്. നേരെ ഡോർ തുറന്ന് വരുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത് ടി വി വെക്കാനുള്ള ആ ഒരു ഏരിയ ആണ്. മൾട്ടിവുഡിലാണ് ടി വി വെക്കാനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. വുഡൻ കളറും ചെറിയൊരു വൈറ്റ് കളറിൽ ഡിസൈൻ വരുന്ന ആ ഒരു ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഓപ്പൺ ഷെൽഫുകൾ, ഓപ്പൺ ആയിട്ടുള്ള കുറച്ച് തട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ ഭംഗിയുള്ള പ്ലാന്റ്സ് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. താഴെയുള്ള നമുക്ക് ക്ലോസ് ചെയ്യാവുന്ന ഒരു കബോർഡുകളുമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലായിട്ടാണ് വിൻഡോസ് കിട്ടുന്നത്. റൂഫിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകൾ വരുന്നുണ്ട്. LED ലൈറ്റുകളും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് റൂഫിലുള്ള വർക്കുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് നമ്മൾ അവിടെ കണ്ടത്. അവിടെ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ എൻട്രൻസ് നോക്കിയാൽ കാണാം മൾട്ടിവുഡിൽ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുള്ളിലും ചെറിയ ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലിവിംഗ് സ്പേസ് കഴിഞ്ഞ് നേരെ ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മളുടെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഡൈനിങ്ങിനായിട്ടുള്ള ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിലായിട്ട് 3 വിൻഡോസ് നിങ്ങൾക്ക് കാണാം. അത് കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമുക്കൊരു 4 വിൻഡോസ് ആണ് കിട്ടുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് ആ ഒരു ഹാൻഡ് റൈൽസ് ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാം. താഴെ തുടങ്ങി മുകൾ വശം വരെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ സേഫ് ആയിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ ഒക്കെ താഴെയുള്ള ഭാഗത്ത് കബോർഡുകളായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ഒരു ചെറിയ ഡോറും കൂടിയാണ് നമുക്കിനി ഫിക്സ് ചെയ്യാനായിട്ടുള്ള വർക്ക് പെൻഡിങ് ഉള്ളത്. അതിനകത്താണ് നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. അതിന്റെയും സൈഡിൽ കുറച്ച് വുഡൻ വർക്കുകൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. മൾട്ടിവുഡിന്റെ 2 വർക്കുകൾ അവിടെയും ഇനി വരാനുണ്ട്. വാഷ് ബേസിൻ വന്നിട്ട് സെറയുടെയാണ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് അത് വെച്ചിരിക്കുന്നത്. അതിന് താഴെയുള്ള ഭാഗം നോക്കിയാലും കബോർഡുകളായിട്ടൊക്കെയാണ് തിരിച്ചിരിക്കുന്നത്. ഈ വീട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു 3 ബെഡ്റൂമുകളാണ് ഉള്ളത്. നമുക്ക് താഴെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. മുകളിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. നമുക്ക് അതിലൂടെ ഇവിടുത്തെ ബെഡ്റൂം ഒന്ന് കണ്ടിട്ട് വരാം. ബെഡ്റൂമിന്റെ ഡോർ ഒക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 വിൻഡോസും ഇവിടെ വന്നിട്ട് 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം തന്നെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യാതെ അകത്തേക്ക് തള്ളി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് റൂമിൽ ഇത്രയും വലിയ സ്പേസ് കിട്ടുന്നത്. മൾട്ടിവുഡിൽ തന്നെ വുഡൻ കളർ ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളും ഡിസൈനുകളും LED ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഉള്ള ഡോറാണ് ബാത്റൂമിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു താഴത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ്, വെള്ളം തെറിച്ച് പുറത്തേക്ക് വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വോളിൽ നോക്കുവാണെങ്കിൽ നല്ല ലീഫി ഡിസൈൻ ഉള്ള ഒരു ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ കുറച്ച് ഫ്ലോറൽ ഡിസൈനും ഒക്കെയാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത് 3 സെന്റ് ലാൻഡിലാണ്. ബട്ട് നമുക്ക് 3 സെന്റിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങളാണ് ഈ ഒരു വീട്ടിൽ തോന്നുന്നത്. സ്ക്വയർ ഫീറ്റ് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ 1550 ആണ് വരുന്നത്. പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക. നമുക്കിനി കിച്ചൺ നോക്കാം. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ എൻട്രൻസിൽ തന്നെ മൾട്ടിവുഡിന്റെ നല്ല വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ഷെൽഫുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളാണ്. അതിനിടയിലെല്ലാം തന്നെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണകത്തേക്ക് പോകുമ്പോൾ നല്ല ലെങ്തി ആയിട്ടുള്ള കിച്ചൺ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസിലെ ടൈലൊക്കെ നോക്കുവാണെങ്കിൽ ഗ്രേ കളർ ആണ് വരുന്നത്. അതിന് സെയിം മാച്ചിങ് കോമ്പിനേഷൻ ആയിട്ട് തന്നെയാണ് കിച്ചൺ ക്യാബിനറ്റ്സും ചെയ്തിരിക്കുന്നത്.
മുകളിൽ 2 ലെയർ ആയിട്ടും താഴെ ഒരു ലെയർ ആയിട്ടും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷൻ നിങ്ങൾക്ക് കാണാം, 2 പൈപ്പ് കണക്ഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വിൻഡോസ് വരുന്നത് ഈ ഒരു ഭാഗത്ത് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ റൂഫിലാണെങ്കിൽ പോലും അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന ഡോർ വന്നിട്ട് നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. വർക്ക് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ് അവിടെ കിട്ടുന്നത്. 2 സൈഡിലും ഡോർ ഒക്കെ വെച്ച് സേഫ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമുക്ക് നേരെ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു സമയത്ത് മുകളിലെ റൂഫിലെ വർക്കുകൾ നോക്കിയാൽ കാണാം, അത്യാവശ്യത്തിന് മാത്രമുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണ്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ടാണ് റൂഫിലെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റെപ്പ് കയറി നേരെ വന്ന് നിൽക്കുന്നത് ഇവിടെ ഒരു ഹാളിലാണ്. ആ സമയത്ത് നമുക്ക് ഇവിടെ 2 വിൻഡോസ് കൂടിയാണ് കിട്ടുന്നത്. ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് TV യൂണിറ്റ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രേ ആൻഡ് വുഡൻ കളറിലുള്ള കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയാണ് TV ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസ്റ്റൻസ് നമുക്ക് TV വെച്ചാലും ഇരുന്ന് കാണാൻ നല്ല ഡിസ്റ്റൻസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ താഴെ ഒരു ബെഡ്റൂം ആണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്, ബാൽക്കണി കിട്ടുന്നുണ്ട്, യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റെപ്പ് കയറി വന്ന് ഈ ഒരു ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള യൂട്ടിലിറ്റി റൂം ആണ് ഇവിടെ കിട്ടുന്നത്. വീടിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെയിം ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മുകൾ ഭാഗത്തെല്ലാം ഷീറ്റ് വെച്ച് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. യൂട്ടിലിറ്റി സ്പേസ് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് നമ്മൾ ഹാളിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ യൂട്ടിലിറ്റി സ്പേസിന് തൊട്ടടുത്തായിട്ടൊരു ഡോർ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഡോറുകളുടെയൊക്കെ പാറ്റേൺ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഇവിടെയാണ്. താഴെ കണ്ടതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് അകത്തേക്ക് തള്ളി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല സ്പേസ് ആണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വർക്കുകൾ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോർ നോക്കുവാണെങ്കിൽ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വോളിലെ ഡിസൈൻ നോക്കിയാലും കാണാം, ആ ഒരു ലീഫി ഡിസൈൻ തന്നെയാണ്. കുറച്ച് കളറിന് മാത്രമാണ് ചേഞ്ചസ് വരുന്നത്. ഇനി നമ്മൾക്ക് കാണേണ്ടത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് തേർഡ് ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 3ാമത്തെ ബെഡ്റൂം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണെന്ന് നമുക്ക് പറയാം. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 16x10 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് 3 വിൻഡോസ് കാണാം. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെയും വാർഡ്രോബ് നോക്കിയാൽ കാണാം, പുറത്തേക്ക് പ്രൊജക്ഷൻ ചെയ്യാത്ത രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മിഡിൽ പോർഷനിൽ മാത്രമാണ് ചെറിയൊരു ഡിസൈൻ വന്നിട്ട് അതിന്റെ ആ ഒരു എല്ലാ പോർഷനിലും വന്നിട്ട് ചെറിയ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. താഴെ നമ്മൾ കണ്ട ആ ഒരു സെയിം ടൈലിന്റെ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. 3 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 3 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഫൈനലി നമുക്കിനി ഇവിടുത്തെ ബാൽക്കണിയാണ് കാണേണ്ടത്. ആ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ഇടനാഴി പോലെ സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള എൻട്രി വരുന്നത്. ഏകദേശം ഒരു റൂമിന്റെ അത്രയും തന്നെ സ്പേസ് കൊടുത്തിട്ടാണ് ബാൽക്കണി ചെയ്തിരിക്കുന്നത്. ബാൽക്കണിയുടെ ആ ഒരു സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതെല്ലാം തന്നെ നല്ല സേഫ് ആയിട്ടുള്ള ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ വന്നിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിലുമാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ റൂഫിൽ നോക്കിയാലും കാണാം, നല്ല രീതിയിലുള്ള വർക്കുകളും കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വീടിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിരുന്നു, ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പൂക്കാട്ടുപടിക്ക് വളരെ അടുത്തായിട്ടാണ്. മെയിൻ റോഡിൽ നിന്നും വെറും 500 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു കമ്മ്യൂണിറ്റി താമസിക്കുന്ന വില്ലയാണ്. 15ഓളം വില്ലകൾ വരുന്നതിൽ പുതുതായിട്ട് പണി തീർത്തിരിക്കുന്ന 2 വില്ലകൾ മാത്രമാണ് നമുക്കിനി സെയിലിനായിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ പരിചയപ്പെട്ട വില്ലയുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വില്ല ചെയ്തിരിക്കുന്നത്. 1550 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്.
3 ബെഡ്റൂമോട് കൂടിയ ഈ വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന പ്രൈസ് 59 ലക്ഷം രൂപയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് ഓണറുമായിട്ട് സംസാരിച്ച് കുറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ്. 3 സെന്റ് ഓഫ് ലാൻഡിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി വരുന്നത്. 1550 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതൊരു 3 BHK ഹൗസ് ആണ്. ഇതിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 59 lakhs ആണ്. അത് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഇവിടെ നമുക്ക് ഒരു കാറാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നത്. വെൽ വാട്ടർ ഉണ്ട്, KW ആണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് നമുക്കുള്ളത്. നിങ്ങൾക്ക് ഒരു 4 ബെഡ്റൂമിന്റെ വീടാണ് വേണ്ടതെങ്കിൽ ഇതിന് തൊട്ടടുത്ത് തന്നെ അതിനുള്ള സൗകര്യമുണ്ട്. ആ വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 4,200 സെന്റ് ലാൻഡിലാണ് ആ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4.2 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടി ചെയ്തിരിക്കുന്ന ആ വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് 79 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആണ്. അവിടെ നമുക്ക് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അപ്പൊ ഇന്നത്തെ ഈ വില്ല പ്രൊജക്ടിനകത്ത് 2 വീടുകളാണ് ഉള്ളത്. 3 ബെഡ്റൂമിന്റെ 59 ലക്ഷവും 4 ബെഡ്റൂമിന്റെ 79 ലക്ഷവുമാണ് ഓണർ ചോദിക്കുന്ന പ്രൈസ്. തീർച്ചയായിട്ടും മാർബിൾ ഹോംസിന്റെ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസോട് കൂടി ഈ വില്ലകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വില്ലകളും വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തവയാണ്. നിങ്ങൾ വിളിച്ച് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് സെയിലായി എന്നുള്ള റിപ്ലൈ തരേണ്ടി വന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത് പണിത് സെയിലായ എല്ലാ വില്ലകൾക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചാൻസ് നഷ്ടമാവാതിരിക്കട്ടെ. ഈ ഒരു വീഡിയോ കണ്ട നിമിഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു വീട് സ്വന്തമാക്കാനുള്ള ടൈം ആയി എന്നതിനുള്ള തെളിവാണ്. എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക്. ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകൾ എറണാകുളത്ത് എവിടെ സ്വന്തമാക്കണമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർബിൾ ഹോംസിലേക്ക് ധൈര്യപൂർവ്വം വിളിക്കാവുന്നതാണ്. ഞങ്ങളുടെ സപ്പോർട്ട് എല്ലാ സമയത്തും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.